السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ഏറ്റവും ബഹുമാനമുള്ള ഖുർആൻ ഹദീസ് പഠന വേദിയിലെ എൻ്റെ വേണ്ടപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ക്ലാസ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്യില്ല, ചില തിരക്കുകൾ മൂലം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇന്ന് ഖുർആനിന്റെ നാം പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ വൽ ആദിയാത്തി എന്ന സൂറത്തായിരുന്നു പഠിച്ചത്. ഇന്ന് ഇദാ സുൽസില എന്ന സൂറ നമുക്ക് നോക്കാം. വാസ്തവത്തില് സിൽസാൽ എന്ന് പറഞ്ഞാൽ കിഠിലം കൊള്ളിക്കുക, പ്രകമ്പനമാവുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇതിൽ വിശദീകരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സവാബ്, നമ്മുടെ ഇഖാബ്, അതിൽ നമുക്ക് കിട്ടുന്നത് എന്ത്, അതും വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു ഭയപ്പെടുത്തി അറിയിക്കൽ നമ്മളെ ചെയ്തു, അതിനുശേഷം വീണ്ടും ഭയപ്പെടുത്തി അറിയിക്കുന്ന ഒരു രീതിയാണ് ഈ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സൂറത്ത് മക്കിയാണ് എന്ന അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ മക്കത്ത് അവതരിച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൗലിൽ അങ്ങനെയാണ്. മറ്റുള്ളവരും ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദനിയാണ് എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ രണ്ടിടത്തും അവതരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ അവസാനം നോക്കിയാൽ ഈ സൂറത്തിന്റെ അവസാനം മദീനത്തുള്ള രണ്ട് മനുഷ്യന്മാരുടെ, രണ്ട് പുരുഷന്മാരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്ന അഭിപ്രായം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വിശദീകരിക്കപ്പെടുന്നതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, മുശ്രിക്കീങ്ങളുടെ ഇടയ്ക്കിടെ ചോദിക്കും, എപ്പോഴാണ് ഖിയാമത്ത്, അയ്യാന യൗമുൽ ഖിയാമ, എപ്പോഴാണ് ഖിയാമ. ഖിയാമ എന്ന സൂറത്തിലെ 75-ാമത്തെ ആയത്തിൽ ഇത് കാണാം. എപ്പോഴാണ് ഖിയാമ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് വരികയാണ്. ആ സന്ദർഭം അപ്പോഴാണ് ഈ സൂറത്തിന്റെ അവതരണം ഉണ്ടായത് എന്ന് തഫ്സീറിൽ കാണുന്നു. മറ്റു ചില ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ ഞാൻ ആമുഖമായി ഇതിൽ വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. പിന്നെ തുടർന്ന് പോകുമ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും നമ്മളിലേക്ക് കടന്നു വരും, അപ്പോഴും നമുക്ക് വിശദീകരിക്കാം. അപ്പൊ അതാണ് ഈ സൂറത്തിന്റെ നുസൂലിന്റെ കാരണം എന്ന്, അതായത് അതിന്റെ അവതരണ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് അതായത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഖിയാമത്ത് നാള്. അപ്പൊ മുശ്രിക്കുകൾ ചോദിക്കുന്നു, ഖിയാമത്ത് നാൾ എന്താണ്, ഹിസാബ് എന്താണ്, അയ്യാന യൗമുൽ ഖിയാമ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ സൂറത്തിലൂടെ അതിന്റെ ഖിയാമത്തിന്റെ അടയാളം ഒന്ന് വ്യക്തമാക്കി കൊടുത്തു. എന്തിന്? അവർക്ക് അറിയണം. ഈ വിഷയം അള്ളാഹുവിന്റെ അടുക്കലുള്ള ഇൽമാണ്, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആർക്കും അറിയാൻ കഴിയില്ലാത്ത ഒന്നാണ്. അപ്പൊ അതിന്റെ ജസാ, അതുപോലെ തന്നെ ഹിസാബ്, ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒന്നാണ്. അള്ളാഹുവിന്റെ മഹാന് ഫളലാണ് നമുക്ക് സവാബ് തരുന്നത് എന്നതും ഒക്കെ ഇതിന്റെ ഉള്ളിലൂടെ ഇത് നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതാണ് ആ വിഷയത്തിലേക്ക് സൂചിപ്പിക്കുന്ന, ആ വിഷയത്തെ എടുത്തു കാണിക്കുന്ന സൂറയാണ് സൂറത്തുൽ സിൽസാൽ, പ്രകമ്പനം കൊള്ളിക്കുക. ഇതാണ് ഇതിന്റെ മുമ്പായി നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ അവതരണ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ടുന്ന വിഷയമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് വിശദീകരിക്കാം. ഇതിനോടനുബന്ധിച്ച് ആദ്യ സൂറത്തിന്റെ ഒക്കെ വിശദീകരണം ഇനിയും പറയാനുണ്ട്, നമുക്കിത് കൂട്ടിയിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العظيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളിച്ചു കഴിഞ്ഞാൽ, ഭൂമി അതിന്റെ കിടിലതയെ കിടിലം കൊള്ളിച്ചു കഴിഞ്ഞാൽ, ഭൂമി അതിന്റെ വിറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഭൂകമ്പ സമാനമായ ആ ഒരു പ്രക്രിയ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ തുടക്കം അങ്ങനെയല്ല. എല്ലാം ഇവിടെ ധൂളങ്ങളായി പരത്തപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാവുകയാണ്. ഇതാണ് മാത്രമല്ല, ഈ സൂറത്തിന്റെ ആദ്യ അക്ഷരവും അതിന്റെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ കണക്ക് കൂട്ടിയപ്പോൾ ലോകത്ത് ആദ്യം നടന്ന ഭൂമികുലുക്കത്തിന്റെ കണക്ക് അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഖുർആൻ ശാസ്ത്രം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് സംസാരിക്കാം. അതൊക്കെ പറയണം ഇൻഷാ അല്ലാഹ് നമുക്ക്. അങ്ങനെ അത് ഈജിപ്തിലായിരുന്നല്ലോ അത് നടന്നത്. അപ്പൊ ആ ഒരു സൂചന ഈ പറഞ്ഞ വാക്കിൽ നിന്ന്, ഇതാ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്ന് കണക്ക് പ്രകാരമുള്ള ഒരു സംഭവമാണ്. അവിടെ ഇതൊന്നും ഇപ്പൊ പ്രവേശിക്കണം. നമുക്ക് ചുരുക്കത്തിൽ ഇതിന്റെ ബാഹ്യമായിട്ടുള്ള ചെറിയ ഒരു വിവരണം മാത്രം നമ്മളിലേക്ക് പോവാം. അപ്പൊ ഇതാ സുൽസിലത്തിൽ അർളു, ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു കഴിഞ്ഞാൽ, സിൽസാലഹ അതിനോട് അനുയോജ്യമായിട്ടുള്ള ആ പ്രകമ്പനത്തെ അത് പ്രകമ്പനം കൊള്ളിച്ചു കഴിഞ്ഞാൽ, അതിനെ വിറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് കഠിനം കൊള്ളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവസ്ഥ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നെയോ ഭൂമി പുറപ്പെടുവിച്ചു കഴിഞ്ഞു അസ്ഖാലഹ, ആ ഭൂമിയിലുള്ള എല്ലാ ഭാരമായ സാധനങ്ങളെയും. എന്ന് പറഞ്ഞാൽ ഭൂമി അതില് കുറെ കുനൂസുകൾ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് രത്നങ്ങള്, പഴങ്ങള്, മുത്തുകൾ പോലുള്ളതൊക്കെ അതിൽ കുഴിച്ചിടപ്പെട്ട നിധികളുണ്ടല്ലോ, അതെല്ലാം പുറത്തേക്ക് അത് ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ മുമ്പ് മരണപ്പെട്ട ആളുകളൊക്കെ ഖബറിലായിരുന്നു. അവരൊക്കെ ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ടു. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഖിയാമത്ത് എന്ന് മനസ്സിലാക്കിക്കോ. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരമാക്കപ്പെട്ട വസ്തുക്കളെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ പുറത്തേക്ക് വന്നു. ഒന്ന്. അതുപോലെ തന്നെ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് വന്നു എന്ന് രണ്ടർത്ഥം. ഇനിയും അർത്ഥങ്ങൾ അവിടെയുണ്ട്. രണ്ടെണ്ണം നമ്മൾ മനസ്സിലാക്കാം. കാഫിറായ അൽ ഇൻസാൻ വഖാല അൽ ഇൻസാനു, മനുഷ്യൻ പറയുന്നു, മാലഹ, ഇതാണ് ഇന്നൽ ഇൻസാനി മനുഷ്യൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തും ഈ പറഞ്ഞ ഇൻസാന്റെ അർത്ഥം തന്നെയാണ്. ഈ ഇൻസാനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാഫിറായ മനുഷ്യൻ. അവിടെയും കാഫിറായ മനുഷ്യൻ അവന് ചെയ്തതേ ഉള്ളൂ എന്നതാണ് ആ ഉദ്ദേശം. എന്നല്ലാതെ ലോകത്ത് ആര് എന്ത് അമല് ചെയ്താലും ഒന്നും കിട്ടില്ല എന്നതിലേക്കല്ല. അതിന് നഹവിയായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ട് ആ ആയത്തിന്റെ മായനയെ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇന്നൽ ഇൻസാൻ അല്ല, വഖാലൽ ഇൻസാനു, കാഫിറായ മനുഷ്യൻ പറഞ്ഞു. എന്താണ് അവൻ പറയുന്നത്? മാലഹ, ഭൂമിക്ക് എന്ത് സംഭവിച്ചു പോയി? ഇതെന്താണ് സംഭവം? ഇതെന്താണ് അത്ഭുതം? ഇതെന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? ഭൂമി അതിന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടവരെല്ലാം പുറത്തേക്ക് വന്ന് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്ന യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ ദിവസത്തിൽ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന ആ ദിവസത്തിൽ തുഹദ്ദിസു, ഭൂമി വർത്തമാനം പറയുന്നു, അഖ്ബാറഹ, ആ ഭൂമിക്ക് പറയാനുള്ള വർത്തമാനങ്ങളെല്ലാം പറയും. എന്ന് പറഞ്ഞാൽ നാം ആ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷി ഭൂമിയാണ്. നന്മ ചെയ്തെങ്കിൽ ഈ ആള് എന്റെ പുറത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കിതാബ് ദർസ് നടത്തി, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തി, അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, അതവിടെ ഒന്ന് പറയും. ഈ മനുഷ്യൻ എന്റെ മുഖത്തുകൂടി ചവിട്ടി ധരിച്ചിട്ടാണ് അവന് കള്ളുകുടിക്കാൻ പോയത്, അല്ലെങ്കിൽ സിനിമ കാണാൻ പോയത്, അതല്ലെങ്കിൽ മറ്റുള്ള വ്യഭിചാരശാലകളിലേക്ക് പോയത്, അല്ലെങ്കിൽ മറ്റുള്ളവനെ ആക്രമിക്കാനോ ചീത്ത പറയാനോ അവനെ ഈദാ ചെയ്യാനോ ബുദ്ധിമുട്ടാക്കാനോ ഒക്കെ പോയത് എന്റെ മുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ വസ്തുതകളെയും വിശദമായിട്ട് അവിടെ സംസാരിക്കപ്പെടുന്നു, ഭൂമി സംസാരിക്കപ്പെടുന്നു. അത് അങ്ങനെ ദിവസമാരാണ്. യൗമ ഇതിന്റെ ആ ദിവസത്തിൽ തുഹദ്ദിസു അഖ്ബാറഹ, തുഹദ്ദിസു ഭൂമി വർത്തമാനം പറയുന്നു, അഖ്ബാറഹ ഭൂമിക്ക് പറയാനുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ട് അത് വർത്തമാനം പറയുന്നു. അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ, ബിഅന്ന റബ്ബക തീർച്ചയായിട്ടും നിങ്ങളെ പടച്ചനാഥൻ ഔഹാലഹ ആ ഭൂമിക്ക് അതിനുള്ള വഹയി കൊടുത്തു, പറയാനുള്ള ശക്തിയും കൂവത്തും അതിനോട് അനുയോജ്യമായിരിക്കുന്ന ആ കാര്യം ചെയ്യാനുള്ള കഴിവും അതിന് കൊടുത്തു കഴിഞ്ഞു. ഔഹാലഹ അത് പറയാനുള്ള, അതായത് അതിനെ വിശദീകരിക്കപ്പെടാൻ, അതിനെ പറഞ്ഞു കൊടുക്കാനുള്ള
കഴിവ് അതിന് കൊടുത്തു. ഇന്ന് നോക്കാൻ യൗമ ഇതിന് ആ ദിവസത്തിൽ യസ്തുറുന്നാസു മനുഷ്യൻ വിട്ടുപിരിയുന്നു. മനുഷ്യൻ ചന്നം ചിന്ന ഭാഗം എന്നൊക്കെ പറയും. അവിടങ്ങളിലും ഇവിടങ്ങളിലുമായി അഷ്ടാത്തൻ അവരെ വിട്ടുപിരിഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയുമായിട്ട് അവർ ചിന്നിച്ചിതറുന്നു. ചിന്നിച്ചിതറി പോവുകയാണ്. അവർ ചിന്നിച്ചിതറി പോകുന്നു. അവർ പ്രവർത്തിച്ച അമലുകളെ അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഫമൻ വല്ല ഒരുത്തന് യഅമൽ അവൻ അമല് ചെയ്തു, അവൻ പ്രവർത്തിച്ചു, മിസ്കാല ദർറത്തിൻ ഒരു കടുകുമണിയുടെ കണക്കനുസരിച്ച്, ഖൈറൻ നന്മയെ ചെയ്താൽ യറഹു അത് കടുകുമണിയോളം ഖൈർ നന്മയാണ് നാം ഇവിടെ ചെയ്തത് എങ്കിൽ അത് അവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നതാണ്. അതേ സമയത്ത് അവൻ അമൽ ചെയ്ത് മിസ്കാല ദർറത്തിൽ ഒരു കടുക്കുമണിയുടെ തിന്മയെ ചെയ്താൽ അതിനെയും അവനൊന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദുന്യാവിന് നന്മ ചെയ്താൽ ആ നന്മ എത്രയാണെങ്കിലും അതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഷർറാണെങ്കിൽ അതിനെയും കാണാൻ സാധിക്കും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നാളെ നമുക്കതിന്റെ ബാക്കി സംസാരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.